പിള്ളച്ചമാരെ, നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളുടെ ലോങ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കുറച്ച് നാളായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിൽ ഞാൻ ആദ്യം തന്നെ ഒരു വലിയ സോറി ചോദിച്ചോട്ടെ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നടത്തുന്നതിന്റെ, നമ്മുടെ ഏജൻസി പുതിയതായിട്ട് തുടങ്ങിയതിന്റെ ഒക്കെ തിരക്കുകളായിരുന്നു. പക്ഷേ ഇതോടെ എല്ലാ വീക്കിലും നിങ്ങൾക്ക് വേണ്ടി ലോങ് വീഡിയോസ് നമ്മൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്, ലോങ് ഗ്രാമർ വീഡിയോസ്. അപ്പൊ ഇന്ന് നിങ്ങളുടെ അഭ്യർത്ഥന നമ്മൾ കണക്കിലെടുത്തിട്ട് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഏതാണ്? മേയും മൈറ്റും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഇന്ന് മേയും മൈറ്റും മോഡൽ വേർബ്സ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ മെയും മൈറ്റും നമ്മൾ 3 കേസുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പോലും ആദ്യമേ തന്നെ നിങ്ങൾ ഈ റൂള് എപ്പോഴും നിങ്ങളുടെ തലച്ചോറിനകത്ത് അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ. കാരണം മേയ് മൈറ്റ് ഈ 2 മോഡൽ വെർബ് എന്ന് മാത്രമല്ല, ഏതൊരു മോഡൽ വെർബ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും, അതിപ്പോ മേ മൈറ്റ് ആണെങ്കിലും വില്ല കുറ്റ്, ക്യാന കുറ്റ്, ഷാല ഷുഡ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് മോഡൽ വെർബുകൾ കഴിഞ്ഞാൽ എപ്പോഴും ഇൻഫിനിറ്റീവ് ഫോം വിത്തൗട്ട് ടു ആയിരിക്കും വെർബിന്റെ വരുന്നത്. എന്ന് പറഞ്ഞാൽ വെർബിന്റെ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഫോം ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ അതിന് എന്ത് ബുദ്ധമാണ്? ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും ഇൻഫിനിറ്റീവ് ഫോം എന്ന് തന്നെ. വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾ ഈ ചാർട്ട് ഒന്ന് നോക്കി. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് V1, V2, V3 അല്ലെ? ആ പ്രസന്റ് ടെൻസിൽ പറയുന്നത് നമ്മൾ V1ലാണ് പറയുന്നത്, പാസ്റ്റ് ടെൻസിലാകുമ്പോൾ V2 ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആകുമ്പോൾ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? V3 ആണ് ഉപയോഗിക്കുന്നത് അല്ലെ? എന്നാൽ ഇതൊന്നും അല്ലാതെ ഒരു ഇൻഫിനിറ്റീവ് ഫോം കൂടെയാണ് ഇങ്ങേറ്റത്ത് കാണുന്ന ചാർട്ട് എന്ന് പറയുന്നത്. ആ ഇൻഫിനിറ്റി ഫോം, ടു ഇൻഫിനിറ്റി ഫോം, ഇവിടെ 2 ഇല്ലാതാണ് എഴുതി വെച്ചിട്ടുണ്ട്. 2 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 2 കൂടെ ചേർത്ത് എഴുതുക, അത്രേ ഉള്ള സംഭവം. അപ്പം ഇൻഫിനിറ്റി ഫോംസ് ഓർത്തിരിക്കാൻ എളുപ്പ വഴിയുണ്ട്. ആമ, ഈസ, ആർ, ഇതിന്റെ 3ന്റെയും ഇൻഫിനിറ്റി ഫോം എന്ന് പറയുന്നത് ബി ആണ്, ബി. അതേസമയം ഡൂവിന്റെയും ഡസിന്റെയും ഇൻഫിനിറ്റി ഫോം എന്ന് പറയുന്നത് ഡു ആണ്. ഹാസിന്റെയും ഹാവിന്റെയും ഇൻഫിനിറ്റി ഫോം എന്ന് പറയുന്നത് ഹാവ് ആണ്. ഇനി അത് കഴിഞ്ഞ് അങ്ങോട്ട് വരുന്ന എല്ലാ വെർബുകളും, അതിപ്പോ പ്ലേ ആയാലും ഗോ ആയാലും ഈ പറയുന്ന ബീറ്റ് ആയാലും റൺ ആയാലും ഇൻഫിനിറ്റി ഫോം എന്ന് പറയുന്നത് V1-നകത്തെ എസ് ഇല്ലാത്ത ഫോമാണ്, അല്ലെ എസ്ഒ ഇഎസ്ഒ ഇല്ലാത്ത ഫോമാണ്. അപ്പൊ എന്താണ് ഈ എസും ഇഎസും ഇല്ലാത്ത ഫോം എന്ന് പറയുന്നത്? നമ്മൾ V1-നകത്ത് തന്നെ 2 ഫോം ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പ്ലേ ഉണ്ട്, പ്ലേസ് ഉണ്ട് ഇല്ലേ? ഇപ്പൊ നമ്മൾ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? എസ് ഉള്ള V1 ആണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ ഹി പ്ലേസ് ക്രിക്കറ്റ്. അവിടെ പ്ലേസ് എന്തുകൊണ്ടാവുന്നത്? V1-ന് എസ് വന്നേ. ഹി സിംഗുലർ ആയതുകൊണ്ട് അല്ലെ? ഹി പ്ലേസ് ക്രിക്കറ്റ്. അതേസമയം ദേ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിലോ അത് പ്ലേ ആയിട്ട് മാറും. ദേ പ്ലേ ക്രിക്കറ്റ്. കേട്ടോ, അത് അപ്പൊ നമുക്ക് പ്ലേസും ഉണ്ട് പ്ലേയും ഉണ്ട് V1-നകത്ത് അല്ലെ? അതിൽ നമ്മൾ എസ് ഇല്ലാത്ത പ്ലേ മാത്രമേ ഇൻഫിനിറ്റീവ് ഫോം ആയിട്ട് എടുക്കത്തുള്ളൂ. കേട്ടോ, ഏതാണ് ഇപ്പൊ മനസ്സിലായില്ലേ? ES ഇല്ലാത്ത ഫോം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതൊന്ന് നോക്കിയേ, ഗോയും ഗോസും അല്ലെ? ഗോയും ഉണ്ട് ഗോസും ഉണ്ട്. അപ്പൊ നമ്മൾ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഗോസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ? ഹി ഗോസ് ടു ചർച്ച് ഡെയിലി. അതേസമയം സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിലോ they go to church daily. അപ്പൊ പക്ഷെ നമുക്ക് ഗോയും ഉണ്ട് ഗോസും ഉണ്ട്. ഗോസിനകത്ത് ES ഉണ്ട്, അപ്പൊ അത് നമുക്ക് വേണ്ട. ഇൻഫിനിറ്റീവ് ഫോം ആയിട്ട് ഏത് മാത്രമേ വരത്തുള്ളൂ? ഗോ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ ശരിക്കും ആം ഈസ് ആറിന്റെ ഇൻഫിനിറ്റീവ് ഫോം ഏതാണ്? ബി ആണ്. അതേസമയം ഹാസിന്റെ ഹാവിന്റെയും ഹാവ് ആണ്, ഡൂവിന്റെയും ഡസിന്റെയും ഡു ആണ്. അത് കഴിഞ്ഞുള്ള എല്ലാ വെർബുകളുടെയും എസ് ഇല്ലാത്ത V1 ആണ്, അല്ലെങ്കിൽ ES ഇല്ലാത്ത V1 ആണ് ഇൻഫിനിറ്റീവ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഈ സാധനം നിങ്ങൾ തലച്ചോറത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഏത് മനസ്സിലായില്ലേ? അതാണ്. ഇനി നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് എന്ത് പഠിക്കാം? മെയും മൈറ്റും എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. മെയും മൈറ്റും നമ്മൾ ബേസിക്കലി 3 കേസുകളാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പെർമിഷൻസ് ചോദിക്കാനും പെർമിഷൻസ് കൊടുക്കാനുമാണ്. എന്റെ പിള്ളേച്ച സിമ്പിൾ അല്ലേ? എന്താ വിളിച്ചു നമ്മൾ പെർമിഷൻസ് ചോദിക്കാനായിട്ട്? ഇത് വെറുതെ ചോദിക്കുന്നതല്ല, ഫോർമലി ചോദിക്കാനായിട്ട്, നമ്മൾ ഫോർമൽ സിനേരിയോസിൽ ചോദിക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും മേയോ മൈറ്റോ, മൈറ്റ് ഇപ്പൊ സാധാരണ ആരും ഉപയോഗിക്കാറില്ല, മൈറ്റ് ഓൾഡ് ഫാഷൻ ഇംഗ്ലീഷ് ആണ്, മേ വെച്ച് വേണം നമ്മൾ പെർമിഷൻസ് ചോദിക്കാനായിട്ട്. ഇപ്പൊ ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ ഒരു സെൻസ് ചോദിച്ചു, മേ ഐ ടോക്ക് ടു സരസു? May I talk to Sarasu? May I talk to Sarasu? ഞാൻ സരസുവിനോടൊന്ന് സംസാരിച്ചോട്ടെ. അത് ഫോർമലി ചോദിക്കുകയാണ്. കേട്ടോ, അപ്പൊ ഇതിന് പെർമിഷൻ കൊടുക്കാനും മേ തന്നെ ഉപയോഗിക്കാം. യെസ് യു മേ, അല്ലെങ്കിൽ യെസ് യു മേ ടോക്ക് ടു സരസു. പത്ര നീളത്തൊന്നും പറയണ്ട, യെസ് യു മേ എന്ന് മാത്രം പറഞ്ഞാൽ മതി. വിളിച്ചോ, മേ ഐ ടോക്ക് ടു സരസു? യെസ് യു മേ. കേട്ടോ, മേ ഐ ടോക്ക് ടു സരസു. അപ്പൊ മേ ഐ ഡു സംതിങ് എന്നുള്ള ആ ഒരു സെന്റൻസ് സ്ട്രക്ചർ ആണ് അവിടെ വരുന്നത്. ഇനി വേറെ കേസ് നോക്കി, ഞാൻ ഈ റൂമിൽ നിന്ന് പൊക്കോട്ടെ. ഫോർമലി നമ്മൾ ചോദിക്കുകയാണ്, may I leave this room? കേട്ടോ, may I leave this room? അപ്പൊ പെർമിഷൻ കൊടുക്കാൻ you may leave. കേട്ടോ, you may leave. വളരെ സിമ്പിൾ അല്ലേ? ഇപ്പൊ പെർമിഷൻ ചോദിക്കാൻ എപ്പോഴും. അപ്പൊ ഞാൻ ഈ പേനയൊന്ന് എടുത്തോട്ടെ, may I take this pen? കേട്ടോ, may I take this pen? കേട്ടോ, സിമ്പിൾ ആണ് പെർമിഷൻ ചോദിക്കുന്ന പരിപാടി എന്ന് പറയുന്നത്, പെർമിഷൻ കൊടുക്കുന്നത്. കേട്ടോ, അതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലായില്ലേ? ഒന്നാമത്തെ കേസ് പെർമിഷൻസ് ചോദിക്കാനും പെർമിഷൻസ് കൊടുക്കാനുമാണ്. എങ്ങനെ? ഫോർമലി ചോദിക്കാനും ഫോർമലി കൊടുക്കാനും. അതാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ യൂസിലേക്ക് പോകാം, മേയുടെയും മൈറ്റിന്റെയും. പക്ഷെ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, നമുക്ക് മൈറ്റ് വെച്ചിട്ട് പെർമിഷൻസ് ചോദിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും, അതിനകത്ത് യാതൊരു തെറ്റുമില്ല. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം,
മൈറ്റ് ഐ ടോക്ക് ടു സരസു. പക്ഷെ ഇത് ഓൾഡ് ഫാഷൻഡ് ഇംഗ്ലീഷ് ആണ്, മോഡേൺ ഇംഗ്ലീഷിൽ ഇത് ആരും ഉപയോഗിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. മോഡേൺ ഇംഗ്ലീഷിൽ മേ വെച്ച് തന്നെയാണ് ഫോർമലി ചോദിക്കുന്നത്. അപ്പൊ യു മൈറ്റ് സിറ്റ് ഹിയർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ യു മേ സിറ്റ് ഹിയർ എന്ന് പറയുന്നതിന് പകരം യു മൈറ്റ് സിറ്റ് ഹിയർ എന്ന് വേണമെങ്കിൽ പറയാം, പെർമിഷൻ കൊടുക്കാം. പക്ഷേ അത് ഓൾഡ് ഫാഷൻ ഇംഗ്ലീഷ് ആണ്, നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ മേ വെച്ച് തന്നെ എപ്പോഴും നമ്മൾ ഫോർമലി പെർമിഷൻ ചോദിക്കുക. അപ്പൊ ഇനി നമ്മുടെ രണ്ടാമത്തെ യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിൾ അല്ലേ? ഈ ആശംസകൾ അറിയിക്കാനായിട്ട്, നമ്മളുടെ വിഷസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും കേട്ടു, ചെറുപ്പം തൊട്ട് നിങ്ങൾ കേട്ടുള്ള ഒരു സാധനം ഉണ്ടായി, മേ ഗോഡ് ബ്ലസ് യു, മേ ഗോഡ് ബ്ലസ് യു. കണ്ടോ, അതൊരു ആശംസയാണ്. എൻ്റെ ആഗ്രഹം ആ ഒരു ആശംസ ഞാൻ അറിയിക്കുകയാണ്, ആ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മേ ഗോഡ് ബ്ലസ് യു. നിന്റെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തിയാകട്ടെ, അല്ലെങ്കിൽ നിന്റെ എല്ലാ സ്വപ്നങ്ങളും സാധ്യമാകട്ടെ. മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ, മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ. കാരണം ഇങ്ങനത്തെ വിഷസ് പറയാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇനി നമുക്ക് മൂന്നാമത്തെ കേസ്, അതാണ് മൂന്നാമത്തെ കേസിനകത്ത് 3 കേസുകൾ വരുന്നത്. സിമ്പിൾ അല്ലേ? അപ്പൊ മൂന്നാമത്തെ കേസിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞേ, നമ്മുടെ ഓൺലൈൻ ഫേസ് ടു ഫേസ് ഇന്ററാക്റ്റീവ് കിഡിൽ IELTS OET സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം. ഫേസ് ടു ഫേസ് ഇന്ററാക്റ്റീവ് ലൈവ് ക്ലാസ്സുകളല്ലേ നമ്മളുടേത്, അല്ലാതെ വീഡിയോ അയച്ചു തരുന്ന പരിപാടി നമുക്കില്ല. എല്ലാം ഫേസ് ടു ഫേസ് ഇന്ററാക്റ്റീവ് ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ മുഖവിലയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ പോയി നോക്കാം. അവിടെ സ്റ്റുഡൻസിന്റെ ഫോട്ടോസ് ഒക്കെ ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് IELTSന്റെ ഒക്കെ OETയുടെ ഒക്കെ റിസൾട്ട് ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ സ്റ്റുഡൻസിനോട് നിങ്ങൾക്ക് നേരിട്ട് മെസ്സേജ് അയച്ചു ചോദിക്കാം. കാരണം ഞാൻ സ്റ്റുഡൻസിനെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ കാണിക്കാത്ത ധൈര്യമല്ലേ ഞാൻ കാണിക്കുന്നത്, അതാണ്. അപ്പൊ നിങ്ങൾക്ക് സ്റ്റുഡൻസിനോട് തന്നെ പോയി ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കാം നമ്മുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത്. ഒരുപാട് വേറെ പിക്ചേഴ്സ് ഞാൻ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് IELTSന്റെ ഒക്കെ ഒരുപാട് കിടിലൻ റിസൾട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറെ റിസൾട്ട് ഇനി അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് മാത്രമല്ല ഇനി കുറെ ടെസ്റ്റിമോണിയൽ വീഡിയോസ് ഒക്കെ പെൻഡിങ് ആണ് ആക്ച്വലി അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റിമോണിയൽ വീഡിയോസ് ഒക്കെ കാണാം. നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ടോ, നമ്മുടെ എല്ലാം നല്ല കിടിലൻ ക്ലാസ്സുകളല്ലേ, ഫേസ് ടു ഫേസ് ഇന്ററാക്റ്റീവ് ലൈവ് ക്ലാസ്സുകളാണ്. എല്ലാ ക്ലാസ്സും ലൈവ് ആണ്. ലൈവ് അല്ലാത്ത ഒരു പരിപാടി പിള്ളേച്ചൻ്റെ മംഗ്ലീഷ് വേൾഡിലില്ല. അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം. അത് മാത്രമല്ല നിങ്ങൾ കാനഡയിലോ UK ഒക്കെ പഠിക്കാനായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി അബ്രോഡിന്റെ വിസ പ്രോസസിംഗ് പിള്ളേച്ചൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടല്ലേ ചെയ്തു തരുന്നേ. നമ്മുടെ മംഗ്ലീഷ് വേൾഡിന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നമ്മളുടെ വിസ പ്രോസസിംഗ്, സ്റ്റഡി അബ്രോഡിന്റെ വിസ പ്രോസസിംഗ് ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. സ്റ്റഡി അബ്രോഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഈ 2 നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ കാനഡയിലോട്ട് ഇമിഗ്രേഷൻ നോക്കുന്നവരാണെങ്കിൽ ഈ നമ്പറിലോട്ട് വിളിച്ചേക്കാം. പിള്ളച്ചന്റെ സ്വന്തം ഏജൻസിയിൽ പിള്ളച്ചന്റെ സ്വന്തം സ്റ്റാഫ് നിങ്ങൾക്ക് വേണ്ടിയ കൺസൾട്ടേഷൻ തരുന്നതായിരിക്കും. അത് മാത്രമല്ല നിങ്ങൾ അതിനെ തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഫോളോ ചെയ്യണം. ഈ പറയുന്ന സെന്റൻസസ്, ഈ പഠിപ്പിക്കുന്ന ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് സെന്റൻസസ് ഒക്കെ ഉണ്ടാക്കി ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് തരാമെന്നുണ്ടെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും നോക്കുന്നതാണ്. മാത്രമല്ല ഇൻസ്റ്റഗ്രാമിൽ ഡെയിലി കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. 1 മിനിറ്റിന്റെ അടിപൊളി ടിപ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട്. നിങ്ങൾ അതൊരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യണം. ലിങ്ക് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ നമുക്ക് മൂന്നാമത്തെ യൂസ് എന്താണ്? നമുക്ക് പോസിബിലിറ്റീസിനെ പറ്റി സംസാരിക്കാനായിട്ട് മേയും മൈറ്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വളരെ സിമ്പിൾ അല്ലേ? പ്രസന്റ് പോസിബിലിറ്റിയെ പറ്റി പറയാം, ഫ്യൂച്ചറിലുള്ള പോസിബിലിറ്റിയെ പറ്റി പറയാം, പാസ്റ്റിലുള്ള പോസിബിലിറ്റിയെ പറയാം. അപ്പൊ നമുക്ക് ഓരോ നേരം നോക്കാം. ആദ്യം നമുക്ക് പ്രസന്റിലെ പോസിബിലിറ്റി പറയുന്നത് നോക്കാം. ഇപ്പൊ ഈ സെന്റൻസ് നോക്കി, ഞാൻ പറയാണ് he is playing cricket. അവൻ ക്രിക്കറ്റ് കളിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് പ്രസന്റ് കണ്ടിന്യൂസിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പൊ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുക. ഈ നിമിഷം അവൻ എന്താണ് ചെയ്യുന്നത്? ഈ നിമിഷം അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഉറപ്പുള്ള കാര്യമല്ലേ? അതാണ് he is playing cricket. ഇനിയിപ്പോ എനിക്ക് അതിനെ ഒരു പോസിബിലിറ്റി ആയിട്ട് മാറ്റണം. അപ്പൊ ഞാൻ അവിടെ എന്തോ ഇട്ട് കൊടുക്കും? അവിടെ ഞാൻ മേയോ മൈറ്റോ ഇട്ട് കൊടുക്കും. അപ്പൊ നിങ്ങൾ ആ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അവിടെ മേ ഇട്ട് കൊടുക്കണോ മൈറ്റ് ഇട്ട് കൊടുക്കണോ എന്നുള്ളത്. ഇപ്പൊ ട്രഡീഷണലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ പോസിബിലിറ്റിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പോസിബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മേ ആണ് യൂസ് ചെയ്യുന്നത്. അതല്ല വീക്ക് പോസിബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ, സാധ്യത വളരെ കുറവാണെന്നുണ്ടെങ്കിൽ മൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നല്ല സാധ്യത ഉണ്ടെങ്കിൽ മേയും, കുറച്ച് വളരെ ചെറിയ സാധ്യത ഉണ്ടെങ്കിൽ മൈറ്റുമാണ് ഉപയോഗിക്കുന്നത് ട്രഡീഷണലി പറയുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ മോഡേൺ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് സ്പീക്കേഴ്സ്, നേറ്റീവ് സ്പീക്കേഴ്സ് ഇതൊന്നും നോക്കാറൊന്നുമില്ല. മേയും മൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും അവർ ഇടാറുണ്ട്. അല്ലാതെ പോസിബിലിറ്റി സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നൊന്നും നോക്കിയിട്ടൊന്നും അല്ല ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് മേ വേണമെങ്കിൽ മൈറ്റ് വേണമെങ്കിൽ മോഡേൺ ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിക്കുകയാണ് അല്ലെ. ഇപ്പൊ എനിക്ക് ഉറപ്പുള്ള കാര്യം. അപ്പൊ അതെനിക്ക് പോസിബിലിറ്റി ആയിട്ട് മാറ്റണം. അപ്പൊ പ്രസന്റിലുള്ള ഒരു പോസിബിലിറ്റി ആയിട്ട് മാറ്റണം. അപ്പൊ ഞാൻ എന്താ ചെയ്യും? അപ്പൊ അവിടെ ഞാൻ മേ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ അവിടെ മൈറ്റ് ഇട്ട് കൊടുക്കും. അതാ വിളിച്ചു ഹി, അവിടെ ഹി കഴിഞ്ഞു. അപ്പൊ ഞാൻ മേ ഇട്ട് കൊടുത്തു, ഹി മേ. ഇനിയിപ്പോ അവിടെ ഈസ് ഉണ്ട് അല്ലെ, ഹി ഈസ് പ്ലേ ഈസ് ഉണ്ട്. ആ ഈസ് ഏത് ഫോമിലോട്ട് മാറും? മെയ് വന്നതുകൊണ്ട്, മേ വന്നതുകൊണ്ട് അത് ഏത് ഫോമിലോട്ട് മാറും? ഇൻഫിനിറ്റീവ് ഫോമിലോട്ട് മാറും. ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ആമും ഈസും ആറിന്റെയും ഇൻഫിനിറ്റീവ് ഫോം ഏതാണ്? ബി ആണ്. അപ്പൊ ആ ഈസ് എന്തായി? ബി ആയി. അപ്പൊ അത് എന്തായിട്ട് മാറി? ഹി മേ ബി പ്ലേയിങ് ക്രിക്കറ്റ്. കണ്ടോ? അപ്പൊ ഉറപ്പുള്ള കാര്യം ഉറപ്പില്ലാത്ത കാര്യമായിട്ട് മാറി. ഹി മേ ബി പ്ലേയിങ് ക്രിക്കറ്റ്. കണ്ടോ? അപ്പൊ ഇപ്പൊ അവൻ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കും ആയിരിക്കാം.
ചിലപ്പോൾ അവൻ അപ്പുറത്തെ കുറ്റിക്കാട്ടിൽ ഇരുന്ന് കഞ്ചാവ് കളിച്ചോണ്ടിരിക്കുകയായിരിക്കും. ഐ ഡോണ്ട് നോ ദാറ്റ്. അപ്പൊ ഞാൻ ഉറപ്പുള്ള കാര്യം ഉറപ്പില്ലാത്ത കാര്യമാക്കി ഞാൻ മാറ്റി. ഇപ്പൊ പ്രസന്റിൽ ഒരു ഉറപ്പുണ്ടായിരുന്ന കാര്യത്തിൽ പ്രസന്റിൽ ഉറപ്പില്ലാത്ത കാര്യമായിട്ട് മാറ്റി. അപ്പൊ ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റിനെ ഞാൻ അവിടെ മേ ഇട്ട് കൊടുത്തപ്പോൾ ഇപ്പൊ മൈറ്റ് ഇട്ട് കൊടുത്താലും അങ്ങനെയാണ്. ഹി മൈറ്റ് ബി പ്ലേയിങ് ക്രിക്കറ്റ്. ഹി മൈറ്റ് ബി പ്ലേയിങ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിക്കുകയായിരിക്കാം. കണ്ടോ? ഇനി ഇപ്പൊ അടുത്തൊരു സെൻസ് നോക്കി. സരസു ക്രിക്കറ്റ് കളിക്കും. സരസു പ്ലേസ് ക്രിക്കറ്റ് അല്ലെ. സരസു പ്ലേസ് ക്രിക്കറ്റ്. അത് സരസു ഒരു ഹോബിയാണ്. അപ്പൊ അതിനെ ഞാൻ പോസിബിലിറ്റി ആയിട്ട് മാറ്റിയാണ്. സരസു ക്രിക്കറ്റ് കളിച്ചേക്കാം, കളിക്കുമായിരിക്കാം നമ്മൾ പറയത്തില്ലേ. അതിലോട്ട് മാറ്റുമ്പോൾ അവിടെ നമ്മൾ ഈ സരസു കഴിഞ്ഞപ്പോൾ മേ ഇട്ട് കൊടുത്തു. സരസു മേ. ആ പ്ലേസ് ആണ് ഇപ്പൊ നമ്മുടെ ആദ്യത്തെ സെൻസ് കിടക്കുന്ന ഏതാണ്? സരസു പ്ലേസ് ക്രിക്കറ്റ് ആണ്. അപ്പൊ പ്ലേസ് ആണ്, എക്സ്പോം ആണ് V1-നകത്തെ അല്ലെ. പക്ഷെ നമ്മൾ മോഡൽ വെർബ് വന്നു കഴിയുമ്പോൾ എക്സ്പോം വേണോ? വേണ്ട. അപ്പൊ നമ്മൾ എക്സ് എടുത്ത് കളയും. അതാണ് സരസു മേ പ്ലേ ക്രിക്കറ്റ്. സരസു ക്രിക്കറ്റ് കളിക്കുമായിരിക്കാം, അറിയത്തില്ല. പോസിബിലിറ്റി ആണ്. ഏത് ഇപ്പൊ മനസ്സിലായോ? അതാണ് പ്രസന്റ് പോസിബിലിറ്റിയെ പറ്റി നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ്? ഫ്യൂച്ചർ പോസിബിലിറ്റിയെ പറ്റി പറയണം. പാസ്റ്റ് പോസിബിലിറ്റി നമ്മൾ അത് കഴിഞ്ഞ് വരുന്നതായിരിക്കും. അപ്പൊ ഫ്യൂച്ചർ പോസിബിലിറ്റി ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള ഇങ്ങനെ പോസിബിലിറ്റീസ് പറയാനായിട്ട്. അപ്പൊ ഭാവിയിൽ ഉറപ്പായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുള്ളൂ. സി പുരുഷു വിൽ വിസിറ്റ് സരസു ടുമോറോ. പുരുഷു വിൽ വിസിറ്റ് സരസു ടുമോറോ. അപ്പൊ പുരുഷു സരസുവിനെ നാളെ വിസിറ്റ് ചെയ്യും. അത് എനിക്ക് ഉറപ്പുള്ള ഫ്യൂച്ചറിൽ ഉറപ്പായിട്ട് നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വില്ല് ഞാൻ യൂസ് ചെയ്തത്. എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട്. ഇനി അതേസമയം അവിടെ സാധ്യതയാക്കണമെങ്കിലോ ആ വിൽ മാറ്റി അവിടെ മേ ആക്കിയാൽ മതി, അല്ലെങ്കിൽ മൈറ്റ് ആക്കിയാൽ മതി. പുരുഷു മേ വിസിറ്റ് സരസു ടുമോറോ. കേട്ടോ? പുരുഷു മേ വിസിറ്റ് സരസു ടുമോറോ, അല്ലെങ്കിൽ പുരുഷു മൈറ്റ് വിസിറ്റ് സരസു ടുമോറോ. കേട്ടോ? അപ്പൊ അത് ഫ്യൂച്ചർ പോസിബിലിറ്റി ആയില്ലേ? സിമ്പിൾ അല്ലേ? ഇനിയിപ്പോ നമുക്ക് പാസ്റ്റ് പോസിബിലിറ്റീസിനെ പറ്റി നോക്കാം. പാസ്റ്റ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ പോസിബിലിറ്റീസിനെ പറ്റി. അപ്പൊ ഞാൻ പറയാണ്, പിള്ളേച്ചനെ ഇന്നലെ രാത്രി സരസ്വനെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. പാസ്റ്റ് പോസിബിലിറ്റീസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് മൈറ്റ് ഹാവ് ആണ്. മൈറ്റ് ഹാവ് പ്ലസ് V3 ആണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. പക്ഷേ മേ ഹാവ് പ്ലസ് V3 ഉപയോഗിച്ചു എന്ന് വിചാരിച്ച് നിങ്ങളുടെ തലയൊന്നും പോത്തൊന്നുമില്ല. കോമൺലി മൈറ്റ് ഹാവ് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. അപ്പൊ നിങ്ങളുടെ വായിൽ ആദ്യം മേ ഹാവ് ആണ് വരുന്നെങ്കിൽ മേ അങ്ങ് പറയും, മൈറ്റ് ആണെങ്കിൽ മൈറ്റ് പറയും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന വിചാരിച്ചൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. കോമൺലി മൈറ്റ് ഹാവ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. മൈറ്റ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ മേ ഹാവ് പ്ലസ് V3 ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ പറയാം, പിള്ളച്ചന് ഇന്നലെ രാത്രി സരസ്വനെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. പിള്ളച്ചൻ might have visited Sarasu last night. Pulachan might have visited. അതാണ് ഹാവ് കഴിഞ്ഞ് കിടക്കുന്ന V3 ആണ് അല്ലെ. വിസിറ്റിന്റെ ഫസ്റ്റ് ഫോംസ് ഏതൊക്കെയാ? വിസിറ്റും വിസിറ്റ്സും ആണ് അല്ലെ. പാസ്റ്റ് ടെൻസ് ഏതാ? വിസിറ്റഡ് ആണ്. അതേസമയം പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതും വിസിറ്റഡ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നടക്കണം. പിള്ളച്ചൻ മൈറ്റ് ഹാവ് വിസിറ്റഡ് സരസു ലാസ്റ്റ് നൈറ്റ്. സരസുവിനെ പിള്ളേർ ഇന്നലെ രാത്രി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് അത്ര ഉറപ്പൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. പിള്ളേച്ചനെ ഇന്നലെ പുരുഷു ഇടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. പിള്ളേച്ചനെ ഇന്നലെ പുരുഷു ഇടിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ സെൻസ് ആക്കുമ്പോൾ എങ്ങനെയാണ്? പുരുഷു മൈറ്റ് ഹാവ് ബീറ്റൻ. കണ്ടോ? ബീറ്റൻ ആണ് വന്നത്. കണ്ടോ? ബീറ്റൻ. ബീറ്റിന്റെ ഫസ്റ്റ് ഫോംസ് ഏതൊക്കെയാ? ബീറ്റും ബീറ്റ്സും ഉണ്ട്. V1 അല്ലേ. V2 ബീറ്റ് ആണ്. V3 ബീറ്റൻ ആണ്. അപ്പൊ ബീറ്റൻ ആണ് ഇവിടെ വരുന്നത്. കാരണം മൈറ്റ് ഹാവ് പ്ലസ് V3 അല്ലേ. പുരുഷു might have beaten Prilachan last night. കേട്ടോ? പുരുഷു might have beaten Prilachan last night. വൈകിട്ട് പുരുഷു പിള്ളച്ചൻ ഇടിക്കുവാണ് കേട്ടോ. അതാണ് പുരുഷു might have beaten Prilachan last night. കേട്ടോ? അതാണ് പാസ്റ്റ് പോസിബിലിറ്റീസിനെ പറ്റി പറഞ്ഞെങ്കിൽ മനസ്സിലായോ? അപ്പൊ അവിടെ മേ തന്നെ വരണമെന്നില്ല. മേ വന്നാൽ കുഴപ്പമൊന്നുമില്ല. പിള്ളച്ചൻ മേ ഹാവ് പിള്ളച്ച പുരുഷു അല്ലേ ഇടിച്ച്. പുരുഷു മേ ഹാവ് ബീറ്റൻ Prilachan last night. അങ്ങനെ പറഞ്ഞാൽ തല ഓത്തൊന്നുമില്ല. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അത് നിങ്ങൾ തെറ്റാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. അതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പ്രത്യേകം പറയാനുണ്ടോ? ബെല്ലൈക്കൻ ഞെക്കി പൊടിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. മാത്രമല്ല എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഈ പറഞ്ഞ ടോപ്പിക്സ് വെച്ച് നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് സെന്റൻസുകൾ ഉണ്ടാക്കി ഇൻസ്റ്റാഗ്രാം ലൈക്സ് തരാന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്യുന്നതാണ്. എന്റെ പിള്ളേച്ചന്മാരെ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ലൈക്ക് അടിക്കാതെ പോകരുത്. നിങ്ങളെ പഠിക്കുന്ന കൂട്ടുകാർ, പഠിക്കാൻ താല്പര്യം എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. Peace out.